ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ് അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant Anjal. Contact 0475 227 332 9947 03 5040. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം അപകട ഭീതി ഉണർത്തി വൈദ്യുത പോസ്റ്റ്. നടപടി സ്വീകരിക്കാതെ അധികൃതർ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഏറാം ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി അപകടാവസ്ഥ സൃഷ്ടിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം. ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ വർഷത്തെ 8 നോമ്പ് പെരുന്നാളിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് പള്ളിയിൽ നടന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ്. നടപടിയെടുക്കാതെ അധികൃതർ. ഭാഗ്യക്കുന്ന് യുവദർശന കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരവും 6ാമത് വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ്. നടപടി സ്വീകരിക്കാതെ അധികൃതർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് സമീപത്തെ വൈദ്യുത പോസ്റ്റ് അപകടാവസ്ഥയിൽ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പടലുകൾ വളർന്ന് വൈദ്യുത ലൈനിൽ ചുറ്റിപ്പിടഞ്ഞു കിടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനും മൃതദേഹം മോർച്ചറിയിലും വെക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മഴക്കാലമാകിയാൽ അപകടം ഉറപ്പാണ്. തറയിൽ നിന്നും വൈദ്യുത പോസ്റ്റിലേക്ക് പടലുകൾ വളർന്ന് 11 kV ലൈനിൽ ചുറ്റിയിട്ട് മാസങ്ങളായിട്ടും ആശുപത്രി അധികൃതരോ KCB അധികൃതരോ അപകട സാധ്യത നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ചില അപകടമാണ് ഇതേപോലെ പോസ്റ്റിന് കൊടുത്താലേ ഇത് ശരിയാവില്ല. ഇത് കറക്റ്റ് നോക്കി ലൈൻമാന്മാർ ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏർപ്പെടുക. അപകടം സാധ്യത ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ വർഷത്തെ 8 നോമ്പ് പെരുന്നാളിന്റെ ദീപം തെളിക്കൽ ചടങ്ങ് പള്ളിയിൽ നടന്നു. നാനാജാതി മതസ്ഥരുടെ അഭയവുമായി ആലഞ്ചേരി ദേശത്ത് നിലകൊള്ളുന്ന വിശുദ്ധ ദൈവമാതാവിന്റെ ദേവാലയമായ ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. പെരുന്നാളിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ മാത്യു തോമസ് നിർവഹിച്ചു. പെരുന്നാളിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, 7 മണിക്ക് ഗാനശുശ്രൂഷ, തുടർന്ന് 7 മണി മുതൽ തന്നെ ബ്രദർ നോബിൾ എസ് നയിക്കുന്ന വചന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പെരുന്നാളിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 7:15 പ്രഭാത നമസ്കാരം,
8 മണിക്ക് റവറൻഡ് തോമസ് ടി വർഗീസ് കോർ എപ്പിസ്കോപ്പ നയിക്കുന്ന മുന്നിന്മേൽ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, നേർച്ച വിളമ്പും. തുടർന്ന് വൈകിട്ട് 6 മണി മുതൽ സന്ധ്യാ നമസ്കാരം, ഗാനശുശ്രൂഷ. 7 മണി മുതൽ അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് മെത്രാപ്പൊലീത്തയുടെ വചന ശുശ്രൂഷയും നടത്തപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ അഭിവന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തി നിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ്, സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. ഏറം ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി അപകടാവസ്ഥ സൃഷ്ടിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം. ഏറം നിവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടത് ഈ അടുത്ത ഇടയ്ക്കായിരുന്നു. ഏറം ജംഗ്ഷന് സമീപം ചോരനാട് റോഡിൽ കുഴി രൂപപ്പെട്ടത് മൂലം നാട്ടുകാർ കുഴിയിൽ അപകട സൂചനയ്ക്കായി ബീപ്പ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ചുവന്ന തുണി ചുറ്റി നാട്ടുകാർ പ്രതിഷേധമറിയിച്ചെങ്കിലും നാളിതുവരെയായിട്ടും ജനപ്രതിനിധികളോ PWD അധികൃതരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും മറിഞ്ഞു വീഴുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതൊരു അത്യാവശ്യ കാര്യമായത്, ഇതൊന്ന് പരിഹരിക്കണം, അതിനുവേണ്ടിയുള്ള നിയമം എടുക്കണം എന്ന് ഞങ്ങളും നാട്ടുകാരായ ഞങ്ങൾ പറയുന്നു. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റോഡിന്റെ ദയനീയ സ്ഥിതി പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഇറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ഭാഗ്യകുന്ന് യുവദർശന കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരവും 6ാമത് വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു. ഭാഗ്യകുന്ന് യുവദർശന കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 6ാമത് വാർഷികാഘോഷവും അഖില കേരള വടംവലി മത്സരവും സംഘടിപ്പിച്ചു. നിരവധി കലാകായിക മത്സരങ്ങളാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുളകുതീറ്റി മത്സരവും കസേരകളിയും വേദിയിൽ ചിരി ഉണർത്തി. തുടർന്ന് നടന്ന വനിതകളുടെ വടംവലി മത്സരം ശ്രദ്ധേയമായി. നിരവധി വനിതകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. തുടർന്ന് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ചന്ദ്രബാബു മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യെസ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. പനച്ചവിള ഗേൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണപരിപാടികളോടനുബന്ധിച്ച് നിരവധി ചലച്ചിത്ര താരങ്ങളെ അണിനിരത്തി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പനച്ചവിള ഗെയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ചലച്ചിത്ര താരങ്ങളെ അണിനിരത്തി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ശബരിഗിരി സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാർ, ചലച്ചിത്ര താരം പ്രേംകുമാർ, ഐഡിയ സ്റ്റാർ സിംഗർ ഫ്രെയിമും ഫിഡിൽ എന്ന സിനിമയുടെ നായകനുമായ വരുൺജി തിലക്, ക്യാമറാമാൻ അനിൽ തുടങ്ങിയവർ പരിപാടികളിൽ ശ്രദ്ധേയമായി. അടുത്തിടെ ഇറങ്ങിയ പ്രേമം എന്ന സിനിമയെ അനുകരിച്ച് വിദ്യാർത്ഥികൾ കറുത്ത ഷർട്ട് ഒരു ഫാഷനാക്കിയിരിക്കുകയാണെന്ന് പ്രസംഗവേളയിൽ ഡോക്ടർ ജയകുമാർ പറഞ്ഞു. കാര്യങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാര് എവിടെ നിൽക്കുന്നതിന്, നമ്മുടെ കുട്ടികള് അവർ വളർന്നു വരുന്ന സാഹചര്യം എങ്ങനെ? ഒരു സിനിമ വരുന്നു, ആ സിനിമയില് കുറെ പേര് കറുത്ത ഷർട്ടും പ്രത്യേക വേഷം ധരിച്ചു വരുന്നു. അവർ കുറെ വിക്രികളെ കാണിക്കുന്നു. ക്ലാസ്സിലിരുന്ന് ടീച്ചറെ ലൈൻ അടിക്കുന്നു, ടീച്ചറ് കുട്ടികളെ നോക്കുന്നു, ക്ലാസ്സിലിരുന്ന് കഞ്ചാവ് അടിക്കുന്നതൊക്കെ ഇവിടുത്തെ അവസ്ഥ. അത് കണ്ട് കുട്ടികളെല്ലാം പലയിടത്തും മിക്കവാറും കോളേജുകളിലെല്ലാം ഇപ്പൊ കറുത്ത ഉടുപ്പ് കൊണ്ട് പ്രേമത്തിൽ വരുന്നല്ലോ വരുന്നത്. അവരെന്തൊക്കെ കാണിക്കുമെന്ന് അറിയില്ല. നിരപരാധിയായ കുട്ടി കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയെ ബാൻഡിച്ച് കൊന്നു. അപ്പൊ അക്രമം, സകല തോന്യാസങ്ങളും നിറഞ്ഞ ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ പിഞ്ചു കുട്ടികളെ, നിഷ്കളങ്കരായ കുട്ടികളെ നമ്മൾ വൈകുന്നേരങ്ങളിൽ വീട്ടിലെ അമ്മമാരിൽ നിന്ന് കാണിക്കുന്ന സീരിയലുകൾ കണ്ട് കുട്ടികളുടെ എല്ലാം മനസ്സ് തളർന്ന് നശിച്ച് അവരൊക്കെ ക്രിമിനൽസായി അവരുടെ മനുഷ്യ മനസ്സിലെ സകല കൊള്ളരായ്മകളും കുത്തി നിറച്ച് വിടുക. ആരും ചോദിക്കാനില്ല. എന്ത് വൃത്തികേടും കൊലപാതകം ചെയ്യുന്നൊക്കെ ഒരു തമാശയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കാണുന്ന കുട്ടികൾ വിചാരിക്കും ഇതൊക്കെ ആ ലോകം എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ വളരെ മുഷിഞ്ഞ ഒരു ലോകത്ത് ജീവിക്കാൻ നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴുള്ള ജാഗ്രതയാണ്. അവർക്ക് വലിയവർ കാണിച്ചു കൊടുക്കേണ്ട നന്മയുടെ വഴികളാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള മത്സരങ്ങൾ എത്ര രസമാണ്. ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുന്നു, സന്തോഷത്തോടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, മിടുക്കരെ അഭിനന്ദിക്കുന്നു. കുറെ പേര് ജയിക്കുന്നു തോക്കുന്നു എന്ന പ്രശ്നമില്ല. സമ്മാനം കിട്ടുന്നവരും സമ്മാനം കിട്ടാത്തവരും ഒരുപോലെ. സന്തോഷിക്കുക, മത്സരിക്കുക, രസങ്ങളിൽ പങ്കിടുക, പരസ്പരം ഒന്നാവുക. അപ്പൊ ആ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒക്കെ മഹിമ
വളരെ വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. അതൊരു ഭംഗി വാക്കല്ല, ശരിക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം തന്നെയാണ്. ആ സന്തോഷത്തിന് കാരണങ്ങളുമുണ്ട്. കാരണം ഈ അഞ്ചൽ എന്ന് പറയുന്ന പ്രദേശം അഞ്ചലിൻ്റെ പരിസര പ്രദേശമാണ് പയറ്റുവിള. ഈ അഞ്ചൽ എനിക്ക് ഒരുപാട് വലിയ സൗഹൃദങ്ങളുള്ള, എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങളുള്ള ഒരു നാടാണ്. ആ നാട്ടിൽ നടക്കുന്ന ഈ പരിപാടി ഞാൻ സിനിമയിൽ വരുമ്പോൾ എൻ്റെ തുടക്കകാലത്ത് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചൽ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അപ്പൊ ഞാൻ ചില ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ അഭിനയിച്ചു നിൽക്കുന്ന സമയത്താണ് ആ സിനിമയിൽ ലാലേട്ടനോടൊപ്പം വളരെ നല്ല ഒരു കഥാപാത്രം, ഒരു MP-യുടെ കഥാപാത്രം. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാകും, ബട്ടർഫ്ലൈസ്. അപ്പൊ ആ സിനിമയിൽ എനിക്ക് ആദ്യം അങ്ങനെ ഒരു നല്ലൊരു അവസരം തന്നത് നിങ്ങളുടെ നാട്ടുകാരനാണ്, ഈ അഞ്ചൽ രാജീവ്. അദ്ദേഹത്തോടുള്ള ഒരു വലിയ നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. ഇവിടെ ഈ അഞ്ചലിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ അതെനിക്ക് ഓർമ്മിക്കാതെ പോകാൻ വയ്യ. ഓണാഘോഷങ്ങൾ ഇതുപോലെയുള്ള വേദികളിൽ തന്നെയാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലിപ്പോൾ കാണാൻ പോലും ഇല്ല. ഒരുപാട് ഓണം മുതൽ 28-ാം ഓണം വരെ ഒരുപാട് ക്ലബ്ബുകളിൽ ഓണാഘോഷങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാൻ പോകുമായിരുന്നു. പാട്ട് മത്സരങ്ങൾക്ക് പോകുമായിരുന്നു. ഞങ്ങൾ തമാശക്കും പറയും, ഓടി നടന്ന് പാടുന്നത് പറയും. കാരണം ഓരോ ജംഗ്ഷനിലും ഓരോ ക്ലബ്ബുകളുണ്ട്. അങ്ങനെ മത്സരങ്ങളിൽ പാടുകയും സമ്മാനം വാങ്ങിക്കുകയൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പകാലത്തുള്ള ഓണാഘോഷത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഓർമ്മകളെയൊക്കെ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു ഈ ഒരു ചടങ്ങിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ഐശ്വര്യവും സ്നേഹവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് നിറനിലാവിൽ നീലമൗനമുറഞ്ഞു തുള്ളുമ്പോൾ പകലറുതി കൂടു തേടി കിളികുറുകുമ്പോൾ നിറനിലാവിൽ നീലമൗനമുറഞ്ഞു തുള്ളുമ്പോൾ പകലറുതി കൂടു തേടി കിളികുറുകുമ്പോൾ കറകളഞ്ഞ കിനാവു കാണാൻ കാത്തു നിന്നവളെ കരളു കോർത്തു തുഴഞ്ഞു നീന്താൻ നീ വരുന്നോടി. ഓണവും ഓണപരിപാടികളും അന്യം നിന്നുപോകുന്ന ഈ കാലത്ത് ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പ്രേംകുമാർ പറയുകയുണ്ടായി. തുടർന്ന് അഞ്ചലിൽ ട്രാഫിക് രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച പോലീസുകാരനെ ആദരിക്കലും ചടങ്ങിൽ സംഘടിപ്പിച്ചു. SSLC, +2 വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്ലബ്ബ് അംഗങ്ങളുടെ പ്രോത്സാഹനമായി ട്രോഫി വിതരണവും പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. ഉത്രാടപ്പൂനിലാവേ എന്ന ഗാനം പാടിയാണ് വരൻ വേദിയിൽ ഏവരുടെയും കയ്യടി നേടിയത്. ചടങ്ങിന്റെ ഒടുവിൽ ആലപിച്ച ഇളനിലാവിൽ എന്ന് തുടങ്ങുന്ന കവിതയ്ക്ക് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഷീപ്പുവയൽ മഹാത്മാ ജനശ്രീ സംഘം 2ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ചതയ ദിനത്തിൽ മഹാത്മാ ജനശ്രീ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ജനശ്രീ മിഷൻ 7 വർഷങ്ങൾക്ക് മുമ്പ് ആരാധ്യനായ MM ഹസൻ അവർ രൂപകൽപ്പന ചെയ്യുന്നത്. ഇപ്പോഴും ആ ലക്ഷ്യങ്ങൾ ഇതുപോലുള്ള ചെറിയ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനശ്രീ സംഘങ്ങളിൽ സജീവമായി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ അത് പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും വളരെ ഊർജ്ജസ്വലതയായ പ്രവർത്തനങ്ങളും നടത്തി വരികയുമാണ്. ഇതുപോലെ നമ്മുടെ ചീപ്പുവയൽ മഹാത്മാഗാന്ധി ജനശ്രീ സംഘത്തിനെ പോലെ നമ്മുടെ അഞ്ചൽ മണ്ഡലം സഭയിൽ മഹാത്മാ ജനശ്രീ സംഘം സെക്രട്ടറി ജാസ്മിൻ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് മഹാത്മാ ജനശ്രീ സംഘം ചെയർമാൻ മഞ്ജൂർ അധ്യക്ഷത വഹിച്ചു. പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ച കലാകായിക മത്സരങ്ങളിൽ പ്രായഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു.
തുടർന്ന് 8 മണി മുതൽ ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ് താരങ്ങൾ ഉൾപ്പെടെ 25ഓളം കലാകാരന്മാർ ഉൾപ്പെട്ട മെഗാ ഷോയും ഉണ്ടായിരുന്നു. പുനലൂർ ജനശ്രീ ബ്ലോക്ക് ചെയർമാൻ കൈപ്പള്ളി മാധവൻകുട്ടി ഓണക്കോടി വിതരണവും KPCC നിർവാഹക സമിതി അംഗം അഞ്ചൽ സോമൻ സമ്മാന വിതരണവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് എസ് സൂരജ്, അഞ്ചൽ ബദറുദ്ദീൻ, ഷെറിൻ, ജമാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറാം ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി അപകടാവസ്ഥ സൃഷ്ടിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം. ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഈ വർഷത്തെ 8 നോമ്പ് പെരുന്നാളിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് പള്ളിയിൽ നടന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ്, നടപടിയെടുക്കാതെ അധികൃതർ. ഭാഗ്യക്കുന്ന് യുവദർശന കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരവും 6ാമത് വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.